തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമം നടന്നതായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. കീഴുദ്യോഗസ്ഥനെന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നു. വാർത്താ സമ്മേളനത്തിന് മുമ്പ് വ്യക്തത വരുത്താമായിരുന്നു. തന്നെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അതെ, അതൊക്കെ വിഷമമുണ്ടാക്കി. ഒരു കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. സ്ഥാപനത്തിൻ്റെ എല്ലാ മേലധികാരിക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത് പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, സഹപ്രവർത്തകരിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ദൃശ്യ KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം കുറിച്ചിട്ടത്. തന്നെ പിന്നിൽ നിന്നും കുത്തിയവർക്ക് കാലം മറുപടി നൽകും, ഒപ്പം നിൽക്കേണ്ടിയുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുത്തവർ സ്ഥാനമാനങ്ങൾ ലഭിച്ച് മുന്നോട്ട് പോകുമെന്നും വളരെ വിഷമത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ KGMCTയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ മോഴ്സ്ലോസ്കോപ്പേഴ്സ് കാണാതാവുന്ന സമയത്തും അത് അന്വേഷിക്കുന്ന സമയത്തും ശനിയാഴ്ചയായിരുന്നു. ആ ദിവസം ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഡോക്ടറോട് ഒരു ഫോൺ കോൾ വിളിച്ചെങ്കിലും വിശദീകരണം ആവശ്യപ്പെടാമായിരുന്നു. അത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെടാതെയാണ് തൻ്റെ പേരിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി മുകളിലേക്ക് കൊടുത്തത്. 1986 മുതലുള്ള പരിചയമുള്ള സഹപ്രവർത്തകരാണ് കൂടെ ഉള്ളവർ. അവർ എന്നും തൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒരു സുപ്രഭാതത്തിൽ തിരിഞ്ഞു നിന്ന് കുത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള സങ്കടം ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. പൊതുസമൂഹത്തിൽ, അതായത് കേരളം ഒട്ടാകെ ഡോക്ടർക്കൊപ്പം നിൽക്കുമ്പോഴും ഒന്നോ രണ്ടോ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ തനിക്കെതിരെ നിൽക്കുന്ന നിലപാടാണ് കാണിച്ചത്. താൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഒരു വശത്ത് തന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും മറുവശത്ത് പോയി അത് വാർത്താ സമ്മേളനം നടത്തി ലോകത്തെ മുഴുവൻ തന്നെ തെറ്റായി ചിത്രീകരിക്കാനും കള്ളനായിട്ട് ചിത്രീകരിക്കാനുമാണ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതം അല്ലെങ്കിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ക്രൂസിഫിക്കേഷന് വിധേയമാക്കി തന്നെ വേണ്ട രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊരു പ്രതികരണമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം, ഡോക്ടർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം DMAയും പ്രിൻസിപ്പളും നടത്തിയ വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനം ഏറെ വേദനാജനകമാണ്. കാരണം മോഴ്സ്ലോസ്കോപ്പ് അവിടെ ഉണ്ടായിരുന്ന മോഴ്സ്ലോസ്കോപ്പ് മാറ്റിയതിന് ശേഷം പിന്നീട് അത് അവിടെ ആരോ വാങ്ങി വെച്ചു. അതുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ആ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തി കാണിച്ചത്. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് വാങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് കൂടെ ജോലി ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ആശുപത്രി ഉള്ളവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നിട്ടും തനിക്കെതിരെ ഒരു പിന്നിൽ നിന്നും കുത്തുന്ന രീതി ഉണ്ടാക്കി, തനിക്കെതിരെയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു, റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം ഒന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ചോ സംസാരിച്ച് തൻ്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ആ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ അത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു. മാനസികമായിട്ട് വിഷമിപ്പിച്ചു, ഒരുപാട് മരണത്തിലേക്ക് അയക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നാണ് ഡോക്ടർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറെ കണ്ട് സമരസപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ അവസാനിപ്പിക്കാനായി സംസാരിച്ചവർ പിന്നീട് ഡോക്ടർക്ക് നേരെ അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, ഡോക്ടർക്ക് നേരെ ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, ഡോക്ടർക്ക് എതിരെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ നടപടികളൊക്കെ ഉണ്ടാക്കിയത് വലിയ രീതിയിലുള്ള വിഷമം വരുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ പ്രതികരിച്ചത്, വിവാദ വിഷയങ്ങളിൽ താനിനി സംസാരിക്കാനില്ല, ഈ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ, സർവീസ് ചട്ടപ്രകാരമുള്ള ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, അത്തരത്തിൽ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു സർക്കാർ സർവീസിലിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് എന്ന തരത്തിലുള്ള പ്രതികരണം നൽകുമ്പോഴും ഡോക്ടർ അത്യധികം മാനസിക വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്നും ഇത്തരത്തിലുള്ള സന്ദേശം പുറത്തുവിട്ടത് ആരായിരുന്നു
എന്തായാലും തന്നെ അതും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. എന്തായാലും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിൽ മറ്റൊരു ഒളിയമ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. DMAക്കും പ്രിൻസിപ്പലിനുമെതിരെ ഹാരിസ് അസ്വസ്ഥനാണ്. അവർക്കെതിരെ നടപടിക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടിയെങ്കിലും DMAക്കും പ്രിൻസിപ്പലിനുമെതിരെയാണ് ഡോക്ടർ എന്ന ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൃശ്യ. ശരി, ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സഹപ്രവർത്തകർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. KGM-CTയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അദ്ദേഹം സന്ദേശമിട്ടത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം. സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥനെ സ്ഥിരം ഡയറക്ടറാക്കാൻ മന്ത്രിതല നീക്കങ്ങളെന്നും ആരോപണം. ആരോഗ്യമന്ത്രിയാണ് പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചുള്ള നടപടിക്ക് മുൻകൈയെടുത്തതെന്നും ആക്ഷേപമുണ്ട്. പ്രിൻസിപ്പൽമാരുടെ സീനിയോറിറ്റി അവഗണിച്ചാണ് സർവീസിൽ ജൂനിയറായ ഡോക്ടർ വിശ്വനാഥിന്റെ നിയമനമെന്നാണ് പരാതികൾ ഉയരുന്നത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ മാനസികമായി തകർക്കുന്നതിന് സർക്കാരിന് കൂട്ടുനിന്ന ഡോക്ടറെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്ഥിരം തസ്തികയിൽ നിയമിക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നുവെന്നും ആക്ഷേപം ശക്തമാണ്. ഒരു ദിവസം പോലും വകുപ്പ് മേധാവിയോ വൈസ് പ്രിൻസിപ്പലോ ആയുള്ള ഭരണപരിചയമില്ലാത്ത ഡോക്ടർ വിശ്വനാഥനെ മന്ത്രി വീണ ജോർജ് നേരിട്ട് ജോയിന്റ് ഡയറക്ടറായും ഇപ്പോൾ ഡയറക്ടറുടെ ചുമതലയും നൽകിയതിൽ മെഡിക്കൽ കോളേജ് അധ്യാപകരിൽ വലിയ അമർഷമുണ്ട്. UDF സർക്കാരിന്റെ കാലത്തും സർക്കാരിനോടൊപ്പം കൂടി അനർഹമായ നിരവധി ആനുകൂല്യങ്ങൾ നേടിയിരുന്നതായും ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണമുണ്ട്. സീനിയോറിറ്റി പട്ടികയിൽ 6ാം സ്ഥാനക്കാരനായ ഡോക്ടർ KV വിശ്വനാഥനെ സ്ഥിരം മെഡിക്കൽ ഡയറക്ടറാക്കാൻ സർക്കാർ തലത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചു. ഡോക്ടർ ഹാരിസിനെ മാനസികമായി പീഡിപ്പിക്കാൻ ചുക്കാൻ പിടിച്ച വിശ്വനാഥൻ ഉൾപ്പെടെ 2 പേരെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ്. അതിലൊരാളെ ആരോഗ്യമന്ത്രിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രി നിയമിക്കും. വിശ്വനാഥിനെ തന്നെ നിയമിക്കുമെന്ന് ഉറപ്പായി. സ്ഥിരം ഡയറക്ടർ നിയമനം നടത്തുന്നതുവരെ ജോയിന്റ് ഡയറക്ടർ വിശ്വനാഥന് ഇപ്പോൾ മെഡിക്കൽ ഡയറക്ടറുടെ പൂർണ്ണ ചുമതലയും നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.